വ്യത്യസ്തമായ ഒരുപാട് പഴയ കാലത്തുള്ള ഷിപ്പുകളുടെ അല്ലേ, സെയിലിംഗ് ഷിപ്പുകളുടെ പിക്ചേഴ്സാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. സോ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്തായാലും കുറച്ച് അധികം പിന്നോട്ടാണ് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് വസ്തുക്കളുമായിട്ട് പോകുന്ന ഒരു ഷിപ്പിനെയാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. ശരിയാണല്ലോ. അങ്ങനെ കാണാൻ കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കൺക്ലൂഷൻ എന്തായിരിക്കും? നമുക്ക് എന്തിനെക്കുറിച്ചാണ് നമുക്കിവിടെ പറയാനുള്ളത്? എന്തിനെക്കുറിച്ചായിരിക്കും? അതെ, ഈസ്റ്റ് വെസ്റ്റ്, ദ എറ ഓഫ് എക്സ്ചേഞ്ച്. The exchange of trade was done by the trade guild, which means the trade groups. They exchanged the eastern commodity to the west and vice versa. They created trade routes, and also in this chapter we are going to study two types of trade route. First one, silk route, and second one, spice route. The line represents the silk route and the arrow mark represent the spice route. From China to the Western Europe, we can see the link of these routes. These routes extended from Eastern China to Western Europe. These trade routes which connected the east and the west were known as the Silk Route and the Spice Route. Silk Route was a land route while the Spice Route was through the sea. These routes passed through different trade centers. By seeing this route, we could understand that the line connecting from Eastern China to the Western Europe. Then also we divided these routes like Silk Route and Spice Route. Silk Route through the land, while the Spice Route through the sea. The routes passed through different trade centers. The ancient time onwards, the East and West doesn't have a clear-cut relationship between East and West with the trade. But after the Crusades, we discussed in our first chapter, the West got the idea about the East, isn't it? നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞതാണ് വെസ്റ്റേൺ പീപ്പിൾസിന് ഈസ്റ്റിനെ കുറിച്ചൊരു നല്ല രൂപത്തിലുള്ളൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് ക്രൂസേഡ്സ് കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രൂസേഡ്സിലൂടെ ഇറ്റാലിയൻ ട്രേഡേഴ്സ് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈസ്റ്റേൺ എംപയറുമായി കൂട്ടുപിടിച്ചുകൊണ്ട് പിന്നീട് അവരെന്ത് ചെയ്തു, അറബികളുമായിട്ട് അവർ കച്ചവടം നടത്താൻ വേണ്ടി തുടങ്ങി. ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പുതിയൊരു ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള ഒരു കച്ചവടം എന്ത് ചെയ്യുന്നത്, ഇവർ നടത്തുന്നത്. ഓക്കെ, ഇതുമല്ലാത്ത കുറച്ചധികം കൂടി ഫാക്ടേഴ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
കച്ചവടം കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റാപ്പിഡ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ, ഡൈവേഴ്സിറ്റി ഓഫ് പ്രൊഡക്ട്സ്, കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ആൻഡ് എഫക്റ്റീവ് സ്റ്റെപ്സ് ടു കൺട്രോൾ thieves and robbers result in the strengthening of the commercial contacts between the East and the West. ഈസ്റ്റും വെസ്റ്റും തമ്മിൽ ഈ ഒരു കൊമേഴ്ഷ്യൽ കോണ്ടാക്റ്റ് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് പ്രൊഡക്ഷനിലുള്ള ഇൻക്രീസാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നു, പ്രൊഡക്ഷൻ കൂടുമ്പോഴാണ് അത് കച്ചവടത്തിലേക്ക് വഴിവെക്കുക എന്ന് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. നമുക്കറിയാം സർപ്ലസ് പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോഴാണ് കച്ചവടത്തിലേക്ക്, ട്രേഡിലേക്ക് അത് എന്ത് ചെയ്യുന്നത്, പോവുക എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചതാണ്. സെക്കൻഡ് വൺ, ഡൈവേഴ്സിറ്റി ഓഫ് പ്രൊഡക്ട്സ്. ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ആർ അവൈലബിൾ. പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ദെൻ ഓൾസോ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ്. കണക്ട് ചെയ്യാൻ വേകൾ വേണം അല്ലേ, അതുകൊണ്ട് തന്നെ റോഡുകളും ബ്രിഡ്ജുകളും ഉണ്ടാക്കി എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നെക്സ്റ്റ് വൺ, എഫക്റ്റീവ് സ്റ്റെപ്സ് ടു കൺട്രോൾ thieves ആൻഡ് റോബേഴ്സ്. ഈ ഭരണാധികാരികൾ, ആ കാലഘട്ടത്തിലുള്ള ഭരണാധികാരികൾ അവിടെ കൊള്ളക്കാരെയും അതുപോലെ തന്നെ കള്ളന്മാരെയും പിടിച്ചു കെട്ടാൻ ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ എന്ത് ചെയ്തു, സ്വീകരിച്ചു എന്നുള്ളത്. ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ്, പുതിയ പുതിയ വ്യത്യസ്തമായ കാര്യങ്ങൾ അവരുടെ പക്കൽ ഉള്ളതുകൊണ്ടാണ് ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള കോണ്ടാക്റ്റ്, കൊമേഴ്ഷ്യൽ കോണ്ടാക്റ്റ് സ്ട്രെങ്തൻ ചെയ്യാൻ കാരണമായത് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് മിഡീവൽ വേൾഡിലെ സിറ്റീസിനെ കുറിച്ചാണ്. എങ്ങനെയാണ് മിഡീവൽ വേൾഡിൽ സിറ്റി ഡെവലപ്പ് ചെയ്തു വന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. The ancient Roman cities once again became active around the 11th century. In addition to them, new cities also grown up. 11ാം നൂറ്റാണ്ടോടുകൂടി ആൻഷ്യൻ്റ് റോമൻ സിറ്റീസ് ഒന്നുകൂടെ പുഷ്ടി ആർജിച്ചു കടന്നു വന്നു. പക്ഷേ അതുമാത്രം പോരല്ലോ, വ്യത്യസ്തമായ മിഡീവൽ വേൾഡിൽ സിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ അതല്ലാതെയും കുറച്ച് സിറ്റീസ് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് നമുക്കറിയാം. ഇനി സിറ്റികൾ എവിടെയാണ് ഡെവലപ്പ് ചെയ്തു വന്നതെന്ന് ചോദിച്ചാൽ, ദ സിറ്റീസ് വിച്ച് ഡെവലപ്ഡ് അറൗണ്ട് ദ കാസൽസ് ഓഫ് ദ നോബിൾസ്. നോബിൾസിൻ്റെ കോട്ടകൾക്കടുത്താണ് പ്രധാനമായിട്ടും സിറ്റികൾ ഡെവലപ്പ് ചെയ്ത് വന്നത്. പിന്നെയോ സിറ്റീസ് എമേർജ്ഡ് അറൗണ്ട് ചർച്ചസ് ആൻഡ് മൊണാസ്റ്ററീസ്. ചർച്ചുകളുടെയും അതുപോലെ തന്നെ മൊണാസ്റ്ററീസ്, ആശ്രമങ്ങളുടെയും അടുത്താണ് പിന്നീട് സിറ്റീസ് ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടി തുടങ്ങിയത്. സിറ്റീസ് സ്പ്രാങ് അപ്പ് വിത്ത് ദ എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ്. മാർക്കറ്റ് ഇങ്ങനെ കൂടുന്നതോടുകൂടി സിറ്റികളിങ്ങനെ വലുതായി വരാൻ വേണ്ടി തുടങ്ങി. ദെൻ മാത്രമല്ല, പെസൻസ് ബ്രോട്ട് ദെയർ പ്രൊഡക്ട്സ് ടു ദ ട്രേഡ് സെൻറ്റേഴ്സ്. എന്ത് ചെയ്യുന്നു, കർഷകർ അവരുടെ പ്രൊഡക്റ്റുകൾ നേരിട്ട് അവരുടെ കച്ചവട കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നു. ദെൻ മാത്രമല്ല, പല ആളുകളും, പല മെർച്ചൻസും ക്രാഫ്റ്റ്സ്മെൻസും ആ ട്രേഡ് സെൻറ്റേഴ്സിൽ നിന്നുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് വരെ അവർ നടത്തുന്നു. അങ്ങനെ ഈ ചെറിയ ചെറിയ രൂപത്തിലുള്ള ട്രേഡ് സെൻറ്റേഴ്സ് എന്തായി മാറി, പതിയെ ഡെവലപ്ഡ് ഇൻ ടു സിറ്റീസ്. ചെറിയ ചെറിയ ട്രേഡ് സെൻറ്റേഴ്സ് പിന്നീട് എന്തായി മാറി, അത് സിറ്റി ആയിട്ട് മാറുകയാണ് ചെയ്തത്. ഇങ്ങനെ ഈ ഒരു സിറ്റി വലുതായി വന്നു. മാർക്കറ്റുകൾ അങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് മാർക്കറ്റ് ഇങ്ങനെ കൂടി വരാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ മാർക്കറ്റ് കൂടി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എന്താവശ്യമാണ്, എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ കൃത്യമായിട്ട് ഒരു വാല്യൂ ഉള്ള ഒരു കാര്യം ആവശ്യമാണ് അല്ലേ. അങ്ങനെയാണ് എന്ത് തുടക്കം കുറിക്കുന്നത്, കോയിനേജ് സിസ്റ്റം, നാണയ വ്യവസ്ഥ എന്ത് ചെയ്യുന്നത്, തുടക്കം കുറിക്കുന്നത് അവിടെയാണ്. ആരാണ് അതിന് തുടക്കം കുറിക്കുന്നതെന്ന് ചോദിച്ചാൽ, Italian cities of Florence and Venice began to mint their own coins. ഇറ്റാലിയൻ സിറ്റികളായ ഫ്ലോറൻസും വെനീസും അവരുടെ സ്വന്തമായി കോയിൻസുകൾ അവരുണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. There has some important factors behind them. Comparing to other European cities, Italian cities had more favorable conditions, such as their own ports and the concessions provided by the rulers to their own merchants. ഒന്ന്, അവരുടെ പോർട്ടുകൾ തന്നെയാണ്. ഇറ്റാലിയൻ സിറ്റീസിൽ മാത്രമായിട്ട് കുറച്ചധികം പോർട്ടുകൾ, അത് അവർക്കൊരു അനുകൂല സാഹചര്യമാണ്. രണ്ടാമതായിട്ട് റൂളേഴ്സ് അവർക്ക് നൽകിയ കൺസെഷൻസ് അവർക്ക് ഏറ്റവും അനുകൂലമായ മറ്റൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ദ ഇറ്റാലിയൻ സിറ്റീസ് ഓഫ് ജനീവ, പിസ, വെനീസ്, ഫ്ലോറൻസ് എക്സെട്ര എമേർജ്ഡ് ആസ് ഗ്രേറ്റ് കൊമേഴ്ഷ്യൽ സെൻറ്റേഴ്സ് ഫ്രം 1050 to 1300 CE. ഈ പറയപ്പെട്ട നഗരങ്ങളൊക്കെ, ജനീവയും പിസയും വെനീസും ഫ്ലോറൻസും അടക്കമുള്ള
പല നഗരങ്ങളും ഇറ്റാലിയൻ നഗരങ്ങളും ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ സെൻറ്ററുകളായിട്ട് 1050 മുതൽ 1300 CE വരെയുള്ള കാലഘട്ടത്തിൽ മാറി എന്നുള്ളതാണ്. നമുക്കറിയാം ലാർജ് കമ്മോഡിറ്റീസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മാർഗമെന്ന് പറയുന്നത് വാട്ടർ ട്രാൻസ്പോർട്ടാണ് ആണല്ലോ. മാത്രമല്ല പണ്ട് നിലനിന്നിരുന്ന ഏറ്റവും വലിയൊരു ട്രാൻസ്പോർട്ടും എന്ത് തന്നെയായിരുന്നു? വാട്ടർ ട്രാൻസ്പോർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റിവറിൻ്റെ തീരങ്ങളിൽ ഉദയം കൊള്ളാൻ വേണ്ടി തുടങ്ങി. Many cities began to develop on the banks of the river. This facilitated large scale exchange of articles. അതുകൊണ്ട് തന്നെ പല രൂപത്തിലുള്ള പല തരത്തിലുള്ള കമ്മോഡിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ എന്ത് ചെയ്തു? ഇതുകൊണ്ട് സാധ്യമായി. ഇനി ഇത്തരത്തിലുള്ള സിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമുക്കറിയാം. എന്തു വേണം? വെറുതെ സിറ്റീസ് ഉണ്ടായതുകൊണ്ടോ കമ്മോഡിറ്റീസ് കൂടുതലുണ്ടായത് കൊണ്ടോ കാര്യമില്ല. എന്തു വേണം? ആളുകൾ വാങ്ങാൻ വേണം അല്ലേ? ആളുകൾ വാങ്ങാൻ വേണം. ഇനി പറയുന്നു ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ വേർ ദ അതർ ഫാക്ടർ ദാറ്റ് ഹെൽപ്ഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ന്യൂ സിറ്റീസ്. ഇനി യൂറോപ്യൻ സിറ്റീസിനെ കുറിച്ച് നിങ്ങൾ കാഴ്ചപ്പാട് എന്തായിരിക്കും? ഇന്ന് നമ്മൾ കാണുന്ന പോലെയുള്ള യൂറോപ്യൻ സിറ്റീസ് അല്ല അന്ന് ഉണ്ടായിരുന്നത്. The medieval European cities were not similar to the modern cities. They were generally small in size. The roads of these cities were narrow and unhygienic. The buildings were built of wood and were thatched with hay. ഇന്നത്തെ യൂറോപ്യൻ സിറ്റിയെ പോലെയല്ല, വളരെ ചെറുതാണ്. റോഡുകളൊക്കെ വളരെ ചെറുതാണ്. മാത്രമല്ല വൃത്തികേടായി കിടക്കുന്ന റോഡുകളാണ്. ആ ബിൽഡിംഗ് ഒക്കെ തന്നെയും മരം കൊണ്ടും അതുപോലെ തന്നെ വൈക്കോല് കൊണ്ടൊക്കെ മേഞ്ഞ ഒരു സിറ്റിയാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയുക? കാണാനായിട്ട് സാധിക്കുക. വൈക്കോല് കൊണ്ടൊക്കെ മേഞ്ഞതായതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്താണ്? കത്തിപ്പിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി അവിടെ കൂടുതലായിട്ടും സിറ്റികളിൽ ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുന്നത് മെർച്ചൻസ്, ക്രാഫ്റ്റ്മെൻ ആൻഡ് ലേബേഴ്സ്. ഇവരാണ് പ്രധാനമായിട്ടും അവരെ ജീവിച്ചിരുന്ന ആളുകൾ. ലേബേഴ്സ് എന്ന് പറയുന്നത് ആ നഗരത്തിലെ ഏറ്റവും പാവങ്ങളായിട്ടുള്ള ആളുകളായിരുന്നു. ദ ലേബേഴ്സ് ഓഫ് ദ സിറ്റീസ് വേർ പുവർ ആൻഡ് ഹെൻസ് ദേ ഡിപ്പെൻഡഡ് ഓൺ അതേഴ്സ് ഫോർ ദെയർ ലൈവ്ലിഹുഡ്. ദ സിറ്റീസ് ഡിപ്പെൻഡഡ് ഓൺ ദ വില്ലേജേഴ്സ് ഫോർ ഫുഡ് ആൻഡ് ഫോഡർ. അപ്പോൾ അവിടുത്തെ ആളുകൾ അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടി മറ്റുള്ള ആളുകളെ ആശ്രയിച്ചു കൊണ്ടാണ് അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി സിറ്റിയിലുള്ള ആളുകളോ വില്ലേജിലുള്ള ആളുകളെയാണ് ഭക്ഷണത്തിനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊക്കെ അവർ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ പറയാൻ കഴിയുന്നത്.